കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. യാത്രക്കാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. നല്ലളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. കോഴിക്കോട് നഗരത്തിൽ സ്ഥിരം ഓട്ടോ ഓടിക്കുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, എങ്ങനെയായിരുന്നു സംഭവം? അതായത് കുണ്ടായിത്തോട് സ്വദേശി കുളത്തറമ്മൽ ഉണ്ണികൃഷ്ണൻ എന്ന 50-കാരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോഴിക്കോട് ഓട്ടോ ഡ്രൈവർമാർ നല്ല പേരുകൊണ്ട് ഏറെ കീർത്തികെട്ട ആളുകളാണ്. അവർക്കൊരു അപവാദമാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നയാളാണ്. ഇപ്പോൾ മോഷണ കേസിൽ പ്രതിയായി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ജൂലൈ 3-നാണ് ഈ ഒരു സംഭവം, കേസിനാസ്പദമായ ഒരു സംഭവം നടക്കുന്നത്. അന്ന് പുലർച്ചെ ആലപ്പുഴ കായംകുളത്തെ മകന്റെ വീട്ടിൽ നിന്നും വയനാട് പുൽപ്പള്ളി മണൽവയൽ സ്വദേശിനിയായ 69-കാരി ജോസഫൈൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങുന്നു. ആ ട്രെയിൻ ഇറങ്ങിയ ശേഷം അവിടെ സാധാരണ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ 1-ാം പ്ലാറ്റ്ഫോമിന് പുറത്തും 4-ാം പ്ലാറ്റ്ഫോമിന് പുറത്തും എല്ലാം തന്നെ ഓട്ടോറിക്ഷകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പുലർക്കാലമായതിനാൽ ആ സമയത്ത് അവർക്ക് ഓട്ടോ ലഭിച്ചില്ല. തുടർന്ന് അവർ പാളയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നടന്നു പോകുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ ഇവരെ കാണുന്നത് കണ്ട് ഉണ്ണികൃഷ്ണൻ നേരെ ഇവർക്കരികിലേക്ക് എത്തി എവിടെയാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് ഇവരെ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നു. ആ കയറ്റിയതിനു ശേഷം നമുക്കറിയാം, പുലർച്ചെയാണ്. ജോസഫൈൻ എന്ന് പറയുന്ന 69-കാരിയാണ്. അവരെ സംബന്ധിച്ച് ഈ സ്ഥലം വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമാണ്. നഗരത്തിൽ ഇവരെ കൊണ്ട് ചുറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം മുതലക്കുളം ഭാഗത്തെത്തി എന്നറിയുന്ന സമയത്ത് ആ മുതലക്കുളം ഭാഗത്ത് വെച്ചാണ് ഇവരെ ആക്രമിച്ച് ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ സ്വർണ്ണമാല പിടിച്ചു പറിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ കടന്നു പോകുന്നത്. അതിനുശേഷം ഇയാൾ മാറി നിന്ന്, CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്കത് കാണാം, മാറി നിന്ന് ഈ ഇര ആയിട്ടുള്ള 69-കാരി ഇവരുടെ സ്വർണമാണ് കവർന്നത്. ഈ വയോധിക നടന്നു നീങ്ങുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ വീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്നത്. ആദ്യം ഒരു വ്യക്തതയില്ലാത്ത ആണ് പോലീസിന് ലഭിച്ചത്. പിന്നീടാണ് പോലീസിന് അത് മനസ്സിലായത്. അത് LPG ഓട്ടോറിക്ഷയാണ് ഈ പ്രതിയായ ഉണ്ണികൃഷ്ണൻ ഓടിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റിയിൽ ഇപ്പോഴുള്ളത് 300-ഓളം LPG ഓട്ടോറിക്ഷകളാണ്. അവയുടെ എല്ലാം വിശദാംശങ്ങൾ ഈ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് DCP അനൂജ് പലിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ഒപ്പം ടൗൺ SCP KG സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള ടൗൺ പോലീസും അടക്കമുള്ള സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ 6 ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു അന്വേഷണ സംഘം, ഒപ്പം തന്നെ ടൗൺ പോലീസിലെ 8ഓളം ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു അന്വേഷണ സംഘം, അങ്ങനെ 14-അംഗ അന്വേഷണ സംഘം ഉണ്ട്. ഇവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സിറ്റി രാജ്പാൽ മീണയുടെ മേൽനോട്ടം ഈ കേസിലുണ്ട്. അവർ നടത്തിയ അന്വേഷണത്തിൽ 300-ഓളം LPG ഓട്ടോറിക്ഷകളുടെ വിശദാംശങ്ങൾ അവരിൽ നിന്നും ഓരോരുത്തരെയായി കണ്ടെത്തിക്കൊണ്ട് ചോദ്യം ചെയ്ത് അങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണനിലേക്ക് എത്തുന്നത്. അത് പരിശോധിച്ചപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണന് ഓട്ടോയ്ക്ക് CC ഉണ്ട്, അതായത് കോഴിക്കോട് കോർപ്പറേഷന്റെ CC നമ്പർ ഉണ്ട്. ആ CC നമ്പറുള്ള ഓട്ടോറിക്ഷ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ഓടിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ സ്ഥിരമായി രാത്രികാലത്ത് ഇവിടെ ഓട്ടോ സർവീസ് നടത്തുന്നയാളാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഉണ്ണികൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് സംശയാസ്പദമായി തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളാണ് പ്രതി എന്ന് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. ഈ സംഭവ സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ അല്പം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. ശരി റിയാസ്.